വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് ഇന്ന് പോയി നോക്കാം. ഒരുപോലെ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ ഒത്തിരി ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്വയം ശാക്തീകരണവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ രൂപം കണ്ട ഒരു കമ്പനിയാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടൊക്കെ അനേകം അനേകം ആളുകളെ അല്ലെങ്കിൽ അനേകം കുടുംബങ്ങളെ എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് പുതിയ ആശയങ്ങളും പുതിയ അവസരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി. ഇതിന് ആഗോള തലത്തിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് മുൻപരിചയമോ അല്ലെങ്കിൽ പശ്ചാത്തലമോ ഇതൊന്നും പരിഗണിക്കാതെ, അതായത് ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് വരാം. അത് നിങ്ങളൊരു സ്കൂൾ ടീച്ചർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും, അതായത് ബിസിനസ് ചെയ്ത് മുൻ പരിചയമില്ലാത്ത ആളുകൾ ഉൾപ്പെടെയുള്ള ആർക്ക് വേണമെങ്കിലും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ, അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ, അതിന് നമ്മുടെ ഈ കമ്പനി നിങ്ങളുടെ കൂടെ നിൽക്കും. ഏതൊരു സാധാരണക്കാരനും, നമുക്കറിയാം, ഏതൊരു സാധാരണക്കാരനും നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്നവർ അല്ലേ? അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ പലർക്കും ഈ സ്വപ്നങ്ങൾ ഇന്ന് സ്വപ്നങ്ങളായിട്ട് തന്നെ അവശേഷിക്കുക സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ സ്വപ്നം കാണുന്ന ആളുകളെയൊക്കെ ചേർത്ത് കൂടെ നിർത്തി അവരുടെ ആശയങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞ്, അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവരുടെ മതമോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും നോക്കാതെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതുപോലെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ, ഇങ്ങനെ പുതിയ പുതിയ കുറേ ആശയങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പരസ്പരം സഹായിച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട്, വ്യക്തിത്വ വികാസനത്തിലൂടെ, അതുവഴി സാമൂഹിക വികാസനത്തിലൂടെ, സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് പ്ലാനിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബിസിനസ് പ്ലാനുകളൊക്കെ അവതരിപ്പിക്കാൻ നമുക്കറിയാം, ഇതിന് ഇന്ത്യയിലാവുമ്പം ഇന്ത്യയിലെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ, കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്കവിടെ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്യു സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2024 തുടങ്ങിയ ഒരു കമ്പനിയാണ്. അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. നമുക്കെങ്കിൽ നമ്മൾ വേൾഡ് വൈഡ് നമുക്ക് ഓപ്പറേഷൻസ് നമുക്കുണ്ട്. ഇത് ബേസിക്കലി ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നൊരു കമ്പനിയാണ്. പ്രോജക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. നമുക്ക് ഫ്രാഞ്ചൈസീസ് ഉണ്ട്, മൾട്ടി വെൻഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ വലിയ ഒരു ആശയം എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 രീതിയിലാണ്. ഒന്ന് ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുക, രണ്ടാമത് ആക്ടിവേഷനിലേക്ക് പോവുക, മൂന്നാമത്തെ തലം അതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോവുക. നമുക്ക് ഡീറ്റെയിൽ ആക്കി നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലുള്ള അല്ലെങ്കിൽ 2 രീതിയിലാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം. ഒന്ന് എൻട്രി പ്ലാന്. ഇതിനകത്ത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ മാത്രം. എൻട്രി പ്ലാൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് പ്രിവിലേജ് ഇൻകം പ്ലാൻ എന്നൊരു പ്ലാൻ ഉണ്ട്. ഒത്തിരി ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി പ്ലാൻ ജസ്റ്റ് നമ്മളിത് കാലെടുത്ത് വെക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. ഫ്രീ ആയിട്ടൊരു ഐ ഡി അടിക്കുക, ₹1 പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് ഒരു ഐ ഡി അടിച്ചിട്ട് എൻട്രി ചെയ്യുന്ന ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ആ കമ്പനിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു, ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ, പ്രിവിലേജ് ഇൻകം പ്ലാനിലേക്ക് വരുമ്പോൾ, അതിന് നമുക്ക് 2 പാക്കേജാണ് നമുക്ക് അവിടെ ഉണ്ട്. ഇതിന് നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. 2 പാക്കേജുകളിലൂടെ നമ്മൾ പോകുന്നത്. ഒന്ന് ബേസിക് പാക്കേജും 2 പ്രീമിയം പാക്കേജും. ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ₹1000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വിലയുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ആക്ടിവേഷൻ പ്രൊഡക്റ്റ് നമ്മൾ പറയും, അത് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ബേസിക് പാക്കേജിലായി. എന്നാൽ അത് 10,000 അതിൽ കൂടുതലോ ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പേരാണ് പ്രീമിയം പാക്കേജ്. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം പാക്കേജിൽ ഇങ്ങനെയുള്ള 4 പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന്, നമുക്കൊരു വാച്ചുണ്ട്, ലേഡീസിൻ്റെ ഒരു വാനിറ്റി ബാഗുണ്ട്, കൂടാതെ ഒരു ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്. ഇത് രണ്ടും ജെന്യൂൻ ലെതറാണ്. കൂടാതെ നമുക്കൊരു വെക്കേഷൻ പാക്കേജ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള പാക്കേജുകളുണ്ട്. എന്നാൽ ബേസിക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെഹഫിഷിൻ്റെ ബ്രാൻഡിൽ നമുക്കൊരു പെർഫ്യൂം നമുക്കിവിടെ ഉണ്ട്.
1299 രൂപ MRP ഉള്ള, എന്നാൽ 1200 രൂപയ്ക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന മെഹഫിഷ് എന്ന ബ്രാൻഡിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ, ഒരു പെർഫ്യൂം നമ്മൾ വാങ്ങുമ്പോൾ ബേസിക് എന്ന പാക്കേജിലേക്ക് നമ്മൾ കയറുന്നു. എന്നാൽ നമ്മൾ പ്രീമിയം പാക്കേജിലേക്കാണെങ്കിൽ ഏകദേശം 12,000 രൂപ വരെയുള്ള ഒരു വാച്ചാണ് നമുക്ക് DQൻ്റെ ബാനറിലുള്ള ഒരു വാച്ചാണ്. 10,000 രൂപയാണ് നമുക്ക് അവിടെ ഉള്ളത്. മറ്റ് ഹോളിഡേ പാക്കേജ് നമുക്കിവിടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊത്ത് 1-2 ദിവസം നമ്മുടെ ഹോളിഡേയ്സിൽ, ഹോളിഡേയ്സ് എന്ന് പറയുന്ന ആ റിസോർട്ടിൽ നിങ്ങൾ പോകുമ്പോൾ 2 ദിവസം ഒരു അടിപൊളി റിസോർട്ടിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അങ്ങനെ താമസിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരു എമൗണ്ട് വരുന്നൊരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് വരുന്നൊരു സിസ്റ്റം, ഇതാണ് ഹോളിഡേയ്സ് എന്ന പാക്കേജിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പാക്കേജ് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫിസിക്കൽ അഡൽട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ 15,000 രൂപ വിലയുള്ള ഒരു ബാഗുണ്ട്. നമ്മളിത് 12,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ലേഡീസിൻ്റെ നല്ല സൂപ്പർ ബാഗാണ്. ഇനി ലാപ്ടോപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങാം. എല്ലാം ലെതർ ബാഗാണ് കേട്ടോ. 12,000 രൂപയുടെ ബാഗ്. ഇങ്ങനെ നിരവധിയായ പ്രൊഡക്റ്റുകൾ നമുക്ക്, ഇനിയും പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. 1 സെൽഫ് പർച്ചേസ്, 2 റീപർച്ചേസ്, 3 പവർ. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. സെൽഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുമായിട്ട് ലിങ്ക് ചെയ്ത കടകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓൺലൈൻ സൈറ്റ് പോരുന്ന ആ സൈറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% കമ്പനിയോട് മാറ്റിവെക്കും. എന്നിട്ട് ആ 20% നമുക്ക് സെൽഫ് പർച്ചേസ് എന്ന രീതിയിൽ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് തരും. എന്നാൽ റീപർച്ചേസിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സിസ്റ്റമാണ്. 30% വീണ്ടും കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 30% കമ്പനി മാറ്റിവെച്ച് അത് 10 പേരിലേക്ക് കമ്പനി ഡിവൈഡ് ചെയ്തു. അത് 12, 5, 3, 3, 2, 2, 1, 1, 0.5 എന്ന രീതിയിൽ 10 ലെവലുകളിലേക്ക്, 10 ആളുകളിലേക്ക്, അല്ലെങ്കിൽ 10 കുടുംബങ്ങളിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഒരു പർച്ചേസ് കമ്പനിയിൽ നടക്കുമ്പോൾ നിങ്ങളൊരു ചുരിദാർ വാങ്ങിച്ചോളൂ, നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബേക്കറി പോയി ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നു, നിങ്ങളുടെ അടുത്ത നാട്ടിൻപുറത്തുള്ളൊരു ഹോട്ടലിൽ പോയി നിങ്ങൾ ചായ കുടിക്കുന്നു, ഇങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ കമ്പനിയിലേക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ, അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ട. പല രീതിയിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10%, കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10% ഫ്രാഞ്ചൈസി ഫീസ് എന്ന രീതിയിലേക്ക് പോകുന്നു. ഫ്രാഞ്ചൈസി, ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് ഫ്രാഞ്ചൈസി എടുക്കാം. ഇനി അത് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ 10% ഫ്രാഞ്ചൈസികൾക്ക് പോകുന്നു. 20% ആ കസ്റ്റമർ തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നു. 30% അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നൊരു ടീമുണ്ട്, ആ ടീമുകളിലേക്ക് പോകുന്നു. 40% കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കമ്പനി റൺ ചെയ്യാൻ വേണ്ടി കമ്പനിയിലേക്ക് പോകുന്നു. ഇങ്ങനെ 4 രീതിയിലാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഇൻകമാണ് പവർ ഇൻസെൻറ്റീവ്. പവർ ഇൻസെൻറ്റീവ്സിനകത്ത് 3 തരത്തിലുള്ള വരുമാനമുണ്ട്. 1 സ്പെഷ്യൽ ഇൻസെൻറ്റീവ്, 2 ഡയറക്റ്റ് റെഫറൽ, 3 ലെവല്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി 1-2 ദിവസം വാഗമണിൽ നമ്മുടെ ഒരു പാക്കേജ് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ, ഒരു നല്ല അടിപൊളി ഒരു റിസോർട്ടാണത്. അവിടെ നിങ്ങൾ പോയി നിങ്ങൾ 2 ദിവസം അവിടെ ഫാമിലി ഒത്ത് നിൽക്കുമ്പോൾ അതിനുശേഷം നിങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൻ്റെ, കമ്പനി ഇൻസെൻറ്റീവ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഇൻസെൻറ്റീവ് ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനമായിട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ആ വരുമാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളെ പോലും ഈ ബിസിനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിലും ഈ പറയുന്ന ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലേ? നല്ല കാര്യമല്ലേ? ഓക്കെ, അതാണ് അതിൻ്റെ ഇൻസെൻറ്റീവ്. രണ്ടാമത് നമുക്ക് റെഫർ ചെയ്യാം. ഈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു പെർഫ്യൂം റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് പാക്കേജിൽ നിങ്ങൾക്ക് 50 രൂപ റെഫറൽ ലിങ്കായിട്ട് ലഭിക്കും. ഇനി നിങ്ങൾ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ ഒരു വെക്കേഷൻ പാക്കേജ്, നിങ്ങൾ വാഗമണിൽ പോയി അവിടുത്തെ റിസോർട്ടൊക്കെ നല്ലതാണെന്ന് കരുതി നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളോട് പറഞ്ഞു വിടുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് റെഫറൽ എന്ന രീതിയിൽ 1 ടൈം ആയിട്ട് 500 റുപ്പീസ് ലഭിക്കും. അല്ലെങ്കിൽ ഒരു വാച്ച് നിങ്ങൾ റെഫർ ചെയ്യുന്നു, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഒരു ബാഗ് വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് 1 ടൈം ആയിട്ട് ലഭിക്കുന്ന ഒരു ഇൻകമാണ് ഡയറക്റ്റ് റെഫറൽ ഇൻകം. ഓക്കെ, ഇനി അത് ലെവലിലേക്ക് വരുന്നു. നമ്മൾ ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരാളെ വാഗമണിൽ പറഞ്ഞു വിട്ടു, അവർ മറ്റൊരാളെ പറഞ്ഞു വിട്ടു, ഇനി വീണ്ടും മൂന്നാമതൊരാളെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ പോകുമ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്ന്. അവിടെ നമുക്ക് ഓരോ ലെവലുകളിലെ നമുക്ക് ഇൻകം ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. ബേസിക് പാക്കേജിലാണെങ്കിൽ നിങ്ങൾ വഴി ഒരാൾ ഒരു സ്പ്രേ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞു ഒരു 50 രൂപ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഫസ്റ്റ് ലെവലിൽ 75 രൂപയ്ക്ക്, അങ്ങനെ 125 രൂപയാണ്
നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻകം ലഭിക്കുന്നത്. ഇനി അവർ മറ്റൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, അവിടെ നിങ്ങൾക്ക് 50, 20, 15, 10 ഇങ്ങനെ 50 ലെവലുകളിലേക്ക് നമുക്ക് ആ ഇൻകം ലഭിക്കും. ഇതാണ് ബേസിക് പാക്കേജ്. എന്നാൽ പ്രീമിയം പാക്കേജിലേക്ക് വരുമ്പോൾ ഇത് 750 രൂപയാണ്. അതായത് നമ്മൾ ഒരു വാഗമണിൽ ഒരാളെ റെഫർ ചെയ്യുന്നു, അങ്ങനെ അയാളോട് പോകുന്നു, നമുക്ക് 500 രൂപ റെഫറലിംഗ് കാർഡ് ലഭിക്കുന്നു, 750 രൂപ ലെവലിംഗ് കാർഡ് ലഭിക്കുന്നു. സപ്പോസ് 2 പേരെ നിങ്ങൾ അവിടെ പറഞ്ഞു വിട്ടെന്ന് കരുതിക്കൂ. അല്ലെങ്കിൽ ഒരാളൊരു വെക്കേഷൻ പാക്കേജ് എടുത്തു, ഒരാളൊരു വാച്ച് വാങ്ങിച്ചു. ഇങ്ങനെ 2 പേര് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 500, അതായത് 1000 രൂപ നിങ്ങൾക്ക് റെഫറലിംഗ് കാർഡ് ലഭിക്കും. കൂടാതെ 750 ലെവലിംഗ് കാർഡ് 1500 രൂപ. അങ്ങനെ 2500 രൂപ നിങ്ങൾക്ക് അവിടെ 2 ജോയിനിങ് വരുമ്പോൾ അവിടെ നമുക്ക് ഇൻകം ആയിട്ട് ലഭിക്കും. ഇനി അവർക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അവർ മറ്റൊരാളോട് ഈ ബിസിനസ് പറയുമ്പോൾ അവർക്കും ഈ പറഞ്ഞ 1250 രൂപ ലഭിക്കും, നമുക്ക് 500 രൂപ വയ്ക്കും. അങ്ങനെ 500, 200, 150 ഇങ്ങനെ 50 ലെവലുകളിലായി നമുക്ക് ഈ പറഞ്ഞ വരുമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഒരു വരുമാനം നമുക്ക് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലെവൽ ഇൻസെൻറ്റീവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റാങ്കുകളുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ടിനോട് ഒരു വാച്ചിനെ പറ്റി പറയുന്നു, അവർ വാങ്ങിക്കുന്നു. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ ഒരു വെക്കേഷൻ പാക്കേജിനെ പറ്റി പറയുന്നു, അവർ വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ഒരാളോട് ഒരു ബാഗിനെ പറ്റി പറയുന്നു, അവർ വാങ്ങിക്കുന്നു. കമ്പനി എന്ത് ചെയ്യും? കമ്പനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്യും. അതിനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. അതായത് കമ്പനി ഒന്ന് അറേഞ്ച് ചെയ്യും, 1, 2, 3 എന്ന് പറഞ്ഞ് കമ്പനി അറേഞ്ച് ചെയ്യും. അവിടെ നമുക്ക് ഗോൾഡ് എന്ന റാങ്കിലേക്ക് നിങ്ങൾ വരും. ഇങ്ങനെ 12ഓളം റാങ്കുകളുണ്ട്. ഇത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ കരുതരുത്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അവിടെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഗോൾഡ് റാങ്ക്, പ്ലാറ്റിനം റാങ്ക്, ഇവിടേക്ക് വന്നാൽ 4 എണ്ണമാണ് വേണ്ടത്. പേൾ റാങ്ക്, നെക്സ്റ്റ് റൂബി റാങ്കാണ്, ഡയമണ്ട് റാങ്ക് ഉണ്ട് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ 3 ഡയമണ്ടിനെ സ്പോൺസർ ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ഡയമണ്ട് ആവും. എന്നാൽ ഇവിടെ 2 ഡബിൾ ഡയമണ്ട് സ്പോൺസർ ചെയ്യുമ്പോൾ നമുക്ക് എമറാൾഡ് ആവും. ഇങ്ങനെ 12ഓളം റാങ്കുകൾ നമുക്കുണ്ട്. ഈ 12ാമത്തെ റാങ്കിൽ നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് കമ്പനിയുടെ ഒരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 0.1% ഇൻസെൻറ്റീവും അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു, റോയൽ ക്രൗൺ അംബാസഡർ എന്ന റാങ്കിലേക്ക് നമ്മൾ വരുമ്പോൾ. ഓക്കെ, ഇതാണ് റാങ്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. വീണ്ടും നമ്മളൊരു ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. ഓരോ റാങ്കിൽ വരുമ്പോഴും ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ റാങ്കിലേക്കും അല്ലെ ഓരോ ഐഡിയിലേക്കും കമ്പനിയിൽ ഒരു സെയിൽ നടക്കുമ്പോൾ കമ്പനിക്ക് അതിൻ്റെ ലാഭം കിട്ടും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 12,000 രൂപയുടെ ഒരു ബാഗ് കമ്പനി വാങ്ങുമ്പോൾ കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭത്തിൽ നിന്നും ഒരു എമൗണ്ട് കമ്പനി മാറ്റിവെക്കും. ആ ലാഭത്തിൽ നിന്നും കമ്പനി എമൗണ്ട് മാറ്റിവെച്ച് ആ എമൗണ്ടാണ് കമ്പനി റാങ്ക് ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ കമ്പനിയോട് കൊടുക്കുന്നത്. അങ്ങനെ 100, 100, 100, 70, 60, 50 അങ്ങനെ റാങ്കുകൾ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ എമൗണ്ടുകൾ ഇവിടെ കാണുന്ന കുറവാണെങ്കിലും എണ്ണത്തിൽ വരുന്നത് കുറവായതുകൊണ്ട് വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, കൂടാതെ നമുക്ക് പ്രിവിലേജ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. 30 മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. 20 മെമ്പേഴ്സിന് നമ്മളൊരു സ്പെഷ്യൽ റോയൽറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വരുന്ന ആളുകളെ നമ്മൾ അവിടെ എടുക്കും. 10 മെമ്പേഴ്സിന് അവരുടെ പെർഫോമൻസ് വൈസ് ലീഡേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് നമ്മൾ കമ്പനിയുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അവരുടെ TADA ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. കൂടാതെ 0.1% ഇൻസെൻറ്റീവ് നമ്മൾ കൊടുക്കും. ഇനി ഈ 30 പേരിൽ നിന്നും 20 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. 10 മെമ്പേഴ്സിനെ ഈ പ്രിവിലേജ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. 5 പേരെ അവരുടെ പെർഫോമൻസ് വൈസ്, 5 പേരെ മാനേജ്മെൻറ്റ്. ഇവർക്ക് നമ്മൾ TADA കൂടാതെ 0.2% ഇൻസെൻറ്റീവും കമ്പനി ഉണ്ടാവും. ഇനി മൂന്നാമതൊരു അഡ്വൈസറി ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമത് 10 മെമ്പേഴ്സ് മാത്രമുള്ള എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ കമ്പനിയെ റൺ ചെയ്യാൻ പോകുന്ന ആളുകൾ. ഇതുവരെ ഒരാൾ പോലും എക്സിക്യൂട്ടീവ്സിലേക്ക് വന്നിട്ടില്ല. ബോർഡ് മെമ്പേഴ്സിന് 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യും, 5 പേരെ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യും. മന്ത്ലി സാലറി ഉണ്ടാവും. നിങ്ങൾ വേറെ ഒരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ല. അത്രയും നല്ലൊരു സാലറി നിങ്ങൾക്ക് ഉണ്ടാവും. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും 0.5% ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ കമ്പനി എടുത്ത് അത് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവരാണ് ഈ കമ്പനി നാളെ റൺ ചെയ്യാൻ പോകുന്ന ആളുകൾ, എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സോടെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രോജക്റ്റ് ഓൺഗോയിങ് പ്രോജക്റ്റാണ് വി ഹോളിഡേയ്സ് വാഗമണിലുള്ളത്. ഇനി നമ്മുടെ വി സ്റ്റോർ എത്രയും പെട്ടെന്ന് നമ്മൾ വരുന്നു. കുറച്ച് ടെക്നിക്കൽ എറർ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഹോൾഡ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വി സ്റ്റോർ നമുക്ക് വരും. വീണ്ടും ഉടനെ തന്നെ നമുക്ക് അടുത്ത പ്രോജക്റ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രോഡക്റ്റുകളിലൂടെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കമ്പനിയാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. ഈ കമ്പനിയിലേക്ക് നിങ്ങൾ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കമ്പനിയുടെ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്തിനാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ,
നിങ്ങൾക്ക് ഇന്നത്തെ ജോലി കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ വിശ്വസ്ത എന്ന ഈ കമ്പനി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് കരുതി, ഈ കമ്പനി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് കരുതി ഒരാളും നിങ്ങളോട് പറയില്ല നിങ്ങൾ കാരണം എൻ്റെ കാശ് പോയെന്ന് ഒരാളും പറയില്ല. കാരണം നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഒരാളെ പോലും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തൊരു വരുമാനം ലഭിക്കും. ഇവിടെ നമ്മൾ പ്രൊജക്റ്റുകൾ ബേസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ LLP നമ്മൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടവർക്ക് മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം ഫുള്ളി ലീഗലായി തന്നെ അതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സിനെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യയുടെ പറയുകയാണ്, ഒത്തിരിയേറെ ആളുകളൊന്നും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. കാരണം നെറ്റ്വർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ഒന്ന് മടിച്ചു നിൽക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നല്ല ഒരു കമ്പനി, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നല്ല ഒരു കമ്പനിയും നല്ല പ്രോഡക്റ്റുകൾ, കമ്പനി എന്ന് പറയുമ്പോൾ പല ആസ്പെക്ട്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ പ്ലാൻ ഉണ്ട്, ഇങ്ങനെയുണ്ട്. നല്ല ഒരു കമ്പനി ഇന്ന് ഇല്ല എന്ന് നെറ്റ്വർക്ക് മേഖലയിലുള്ള പലരും പറയും. എന്നാൽ അങ്ങനെ ഒരു നല്ല കമ്പനിയാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്ലോയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ, സ്ലോയിൽ ഇങ്ങനെയല്ല പോകുന്നത്, സ്ലോയിൽ പതിയെ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഒരു നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു, നല്ല വർക്കുകളൊക്കെ നടക്കുന്നു. ഈ കമ്പനിയുടെ ലീഡർഷിപ്പിലേക്ക് എത്താനാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് പഠിക്കാം ഈ കമ്പനിയെ പറ്റി. എനിക്കതാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. നിങ്ങളെ ആരാണോ ഈ ബിസിനസ് പ്ലാനിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, എനിക്കൊന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞാനത് പറഞ്ഞു തീർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ഒരു 20 മിനിറ്റ്സ് കൊണ്ട് പ്ലാൻ പറഞ്ഞു തീർത്തു. കാരണമുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നെറ്റ്വർക്ക് ലീഡേഴ്സിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നറിയോ? പറഞ്ഞാൽ തീരൂല. എന്തോരം പറഞ്ഞാലും മതിയാവൂല. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ ആളുകളോടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന. എന്നാൽ ഈ കമ്പനി നേരെ തിരിച്ച കാര്യം മാത്രം, പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പറയേണ്ടതുള്ളൂ. അപ്പോൾ 20 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഈ പ്ലാൻ പറഞ്ഞു. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വേണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്ലാൻ എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ആരാണോ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരുടെ കൂടെ നിന്നിരിക്കുക. എന്നിട്ട് അവരോട് പറയുക, യെസ്, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ്, എനിക്കൊന്ന് പറയണം, എനിക്കൊന്ന് അറിയണം എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം മതി. മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ നയിക്കുന്ന ലൈഫ് പോരാ, നിങ്ങൾക്ക് ഇതിലും ഇത്രൂടെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ കൂടെ ഇരിക്കുക, അവരോട് സംസാരിക്കുക. നാളെ നമുക്ക് നേരിട്ട് കാണാമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നമ്പറുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഡയറക്റ്റ് വിളിക്കാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. മത്തി സാറേ, ഓവർ ടു യു. താങ്ക് യു ശിവ സർ. ഒരു നല്ല പ്ലാൻ എന്ന് വെച്ചാൽ വിശ്വസ്തയില് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തരത്തിലുള്ള ബിസിനസ് പ്ലാൻ ഒന്നും അല്ല. വളരെ സിമ്പിൾ ആണ്, എന്നാൽ പ്രോഫിറ്റബിൾ ആണ്. ഈ കമ്പനി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇതിനെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, അല്ലെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും കമ്പനി നല്ല രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബിസിനസിന്റെ ഈ പ്ലാനിനെ കുറിച്ച് കേട്ടു. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരാണോ നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കണം. അത് ഈ മീറ്റിംഗ് കഴിഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും വിളിച്ചിട്ട് അതിന്റെ സംശയങ്ങൾ എന്തുകൊണ്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.